അടുത്ത കാറ്റിന് എവിടെ നിന്ന് ആർക്കറിയാം. ഞാൻ എല്ലാവരും പോലെ തന്നെയാണ്. പിന്നെ കൃഷിക്കാരെന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവരൊക്കെ മുഖം ചുളിക്കും. അപ്പൊ ഞങ്ങൾ ചെയ്ത പുള്ളില്ലേ? രണ്ടു ദിവസം ചെറിയ വിഷമമൊക്കെ കാണും. എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനാണ് തോന്നുന്നത്. അതിന് സിനിമയാക്കാൻ ഞാനില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ അപ്പാപ്പൻ്റെ ആയിരുന്നു. പണ്ടെന്തോ ഇഷ്ടദാനം കൊടുത്തത്. താൻ എന്തൊക്കെയാ വിളിച്ചു പറയണേ? ബുൾഷിറ്റ്. 4ാം ക്ലാസ്സും കുസ്തിയും കഴിയുന്ന പറഞ്ഞിട്ടാണോ? ഞാൻ തന്നെ ദേഷ്യം വന്ന് ബോളം നല്ല കൊടുത്തു പോയിക്കണം. പറയടാ, നീ എവിടെ? വിശ്വട്ടൻ നിങ്ങളുടെയൊക്കെ കൈയും കാലം പിടിച്ച് പറഞ്ഞല്ലേ വേണ്ട വേണ്ടെന്ന്. നീ എന്താണ് ഈ കാണിക്കുന്നത്? കുറച്ചൊക്കെ ഓരോന്ന് മനസ്സിലാക്കണ്ടേ? എനിക്ക് എൻ്റെ ഓഫീസർമാരെ പൂർണ്ണ വിശ്വാസമാണ്. സൈലൻസ്! എന്തോ നോയ്സ് ഉണ്ട്. ഓടാൻ വരുന്നോ? ഓടാനോ? ആ പോയി കിടന്ന് ഉറങ്ങു വെച്ചേ. എൻ്റെ ഒരു 600 രൂപ ഉണ്ട്. പക്ഷെ പടത്തിന് ഞാനില്ല. 2 മണിക്കൂർ ബോറടിക്കാൻ ഇവിടെ നിന്ന് ബോറടിച്ചാൽ പോരെ. ബ്രേക്കപ്പ് സീൻസ് അങ്ങനെയല്ല. അയ്യോ എന്നിട്ട് ചുമ്മാ അല്ല നിങ്ങളൊന്നും ഇത്ര ചേർച്ച. കറളാനൊരുത്തിന് അതായിട്ട് കാഞ്ഞ എള്ളുകള നീ. സത്യത്തിൽ നമ്മൾ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കണ്ടേ? നിന്റെ പൊന്നും നേരെ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞതാണ്. അതെ സ്പീക്കിംഗ്. എന്തേലും പറയേ. എന്താ പ്രശ്നം? ഒന്നുമില്ല. എടുക്കണം, അല്ലടി കൊടുക്കണം. ശിവാനന്ദ സാറേ, നിന്റെ ഡേവിഡിനെ തന്ന ഒരാളല്ലെന്ന് നിനക്ക് ഉറപ്പാണ്? സാറേ